guys, welcome to Takkudu's World. Takkudu's World ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് ഏകദേശം 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് വീഡിയോസ് ഇടാത്തത്? എന്താണ് കാരണം? വയ്യേ, പനിയാണോ? എന്താ കാരണം എന്നൊക്കെ വെച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാം, അതിനുള്ള റിപ്ലൈ ഒക്കെ ആയിട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് ഇപ്പോൾ വീഡിയോ ചെയ്യാത്തതെന്നുള്ളതിൻ്റെ കാരണം ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല, കാരണം ഭയങ്കര മഴയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ, ഫുള്ള് മഴയാണ്. രാവിലെയും വൈകിട്ടൊക്കെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മഴ ഇങ്ങനെ തോർന്ന് വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വീടിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ഇരുട്ട് പോലെയാണ്, അപ്പോൾ വീഡിയോയ്ക്ക് ക്ലിയർ ഇല്ല, അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ ഇതാ പടകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ വീഡിയോസ് എടുക്കണമെങ്കിൽ തന്നെ ഇവരിനൊക്കെ ആയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീഡിയോസ് എടുക്കുക. ഇവറ്റോളൊക്കെ മഴ കൊണ്ടുകഴിഞ്ഞാൽ അപ്പം പനി വരുന്ന ടൈപ്പാണ്. അപ്പോൾ ഇവറ്റോളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുക പറയുന്നതും അത്ര വലിയ കാര്യമില്ല. ഇപ്പോൾ ഒന്ന് മഴയൊക്കെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. കുറേ ദിവസം വീഡിയോ ഇടാണ്ടിരുന്നാലും വ്യൂവേഴ്സൊക്കെ കുറഞ്ഞു പോവും, ഇത്രയും കാലം കഷ്ടപ്പെട്ടൊക്കെ വെറുതെയും. അതുകൊണ്ടാണ് വീഡിയോ ഇടാമെന്ന് വെച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം മഴയാണ് കേട്ടോ, ശരിക്കും പോലെ വീഡിയോ ഇടാൻ പറ്റാത്തത്. രണ്ടാമത്തെ കാര്യം പറയുക വയ്യ, തീരെ ഛർദി, തലകറക്കം. ഛർദി പിന്നെയും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെക്കുക. രാവിലെയും വൈകിട്ടും ഒക്കെ 1-2 വട്ടമൊക്കെയാണ് ഛർദ്ദിക്കണുള്ളൂ. പക്ഷെ തലകറക്കം ഭയങ്കരമായിട്ടുണ്ട്. എനിക്കറിയണില്ല എന്ത് ഈ തലകറക്കം എന്ന്, ഭയങ്കര തലകറക്കമാണ്. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത്. ഞാൻ ഫുൾ ടൈമും കിടക്കുകയാണ് കേട്ടുണ്ടാവുക, അധികം എഴുന്നേറ്റ് നിൽക്കാറൊന്നുമില്ല, പണികളൊന്നും ചെയ്യാറില്ല. വലിയ ഭാരപ്പെട്ട പണികളൊക്കെ ഞാൻ മാറ്റി വയ്ക്കും. ഇക്ക വന്നു കഴിഞ്ഞാൽ ഇക്ക സഹായിക്കും കേട്ടോ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് പറ്റാവുന്ന പണികൾ മാത്രം ഞാൻ ചെയ്യുള്ളൂ, ചോറും കൂട്ടാനും വെക്കുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. വയ്യായാണ്. ഫസ്റ്റ് ടൈമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ പോവെ തോറും ഭയങ്കര വയ്യായിട്ട് വരികയാണ്. തലകറക്കം സഹിക്കാൻ പറ്റണില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം, മെയിനായിട്ടുള്ള പ്രോബ്ലം. എനിക്ക് ഫസ്റ്റത്തെ ഡെലിവറിക്കും രണ്ടാമത്തേനൊന്നും ഇങ്ങനെ തലകറക്കം ഉണ്ടായിട്ടില്ല അധികം. അപ്പോൾ തലകറക്കം കാരണമാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. മഴ ഇല്ലടാ, അത് മഴ ഇവിടെ വലിയൊരു മരം നിൽക്കുന്നുണ്ട്, ആലിൻ്റെ മരം. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ കാറ്റടിക്കുമ്പോൾ അങ്ങനെ മഴത്തുള്ളിയോൾ വീണുകൊണ്ടിരിക്കുക കേട്ടോ. ഈ പിള്ളേരെ തലയ്ക്കൊക്കെ വീഴുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് മഴ ഒന്ന് തുറന്ന പോലെ ഉണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ കാട്ടിത്തരാട്ടോ നിങ്ങൾക്ക്. ഇതാണ് ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ. മഴ പെയ്തിട്ട് ആകെ ചളിപിളിയിട്ട് കിടക്കട്ടെ. മഴ പെയ്തതാണ് ദേഷ്യം, വീടൊക്കെ ആകെ വെള്ളം കെട്ടി നിന്നിട്ടും ഒക്കെ ഇങ്ങനെ ആകെ ചളിപിളിയും. ഇവിടെ കണ്ട ഫുള്ളി ഇലകൾ കൊഴിഞ്ഞിട്ട് ഞാവൽമാരാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് എപ്പോഴും ഇലകൾ വീണുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല ഇവിടെ വേറെയും കുറേ മരങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ കൊണ്ട് ഇതൊക്കെ ഞാൻ അടിച്ച് കൂട്ടിയതാണ് കേട്ടോ. ഇടക്കിടക്ക് വയ്യായ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് ഞാൻ അടിച്ചു കൂരിയിട്ട് ഇവിടെ കൂട്ടാറുണ്ട്. ഇപ്പോൾ ഒരു 3-4 ദിവസമായി അടിച്ചു കൂരിയിട്ട്. അതാണ് ഇങ്ങനെ ആകെ കച്ചറയിട്ട് കിടക്കണത്. വീടൊക്കെ ഇവിടെയൊക്കെ കണ്ട കച്ചറയിൽ കിടക്കുന്നത്. എൻ്റെ മാത്രമല്ല, മിക്ക വീട്ടിലെ ആൾക്കാരുടെ അവസ്ഥ ഇത് തന്നെയാവും. മുറ്റടിക്കാൻ പറ്റാണ്ട് ആകെ ചളി പിടിച്ച് കിടക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുറേ സ്ഥലത്ത് ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഈ ഭാഗത്തില്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇക്കാൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ വെള്ളമൊക്കെ പൊന്തിട്ടുണ്ട്. എന്നിട്ട് അവരിനൊക്കെ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റാൻ പോകണം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് കുറേ സ്ഥലത്ത് ഇങ്ങനെ ഇപ്പോൾ തന്നെ ഇങ്ങനെ കനത്ത മഴ കാരണം വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കുടൂന് സ്കൂൾ ഉണ്ടായിട്ടില്ല അല്ലേ തക്കുടു? ഒരാഴ്ചയായിട്ട് സ്കൂൾ ഉണ്ടായിട്ടില്ല. സ്കൂൾ മുടക്കണ കൊണ്ട് ഭയങ്കര ഹാപ്പിയിലാണ് അവ നടക്കുന്നത്. പിന്നെ ഒരു കണക്കിന് ഞാനത് ഭാഗ്യമെന്ന് വെക്കുന്നത്, കാരണം എനിക്ക് തീരെ വയ്യ, രാവിലെ എഴുന്നേക്കാനൊന്നും പറ്റണില്ല സത്യത്തിൽ. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ചോറ് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ പിന്നെയും കുഴപ്പമില്ല, പണികൾ കറി വയ്ക്കാനൊന്നും കുഴപ്പമില്ല. എനിക്ക് ചോറിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ ഭയങ്കര ഛർദ്ദിക്കാനും വരും, തലയും കറങ്ങും. ചോറ് നമ്മൾ വെന്ത് കഴിഞ്ഞാലുള്ള ഈ കഞ്ഞിവെള്ളത്തിൻ്റെ മണല്ലേ, അതൊന്നും പറ്റണില്ല കേട്ടോ. പിന്നെ അവിടെ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അടുപ്പ് കത്തിക്കണില്ല, അപ്പോൾ എനിക്ക് തീരെ സ്മെല്ല് പറ്റണില്ല ചോറിൻ്റെ ഒന്നും. അപ്പോൾ സ്കൂളില്ലാഞ്ഞത് നന്നായി എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യം പറയുകയാണ് കേട്ടോ. ഫസ്റ്റ് ഡെലിവറിക്ക് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. രണ്ടാമത്തേൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, തണ്ടൽ വേദന അങ്ങനെയൊക്കെ ചെറുതായി പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ 3ാമത്തെ പ്രഗ്നൻസി ടൈം ആയപ്പോൾ തീരെ വയ്യ. എനിക്ക് ഓരോ ടൈം പ്രഗ്നൻ്റ് ആകുമ്പോഴും വയ്യായ കൂടി വരികയാണ്. എന്താണ് അങ്ങനെ അറിയില്ല, വയ്യായി കൂടി വരുന്നപ്പോൾ ഭയങ്കര തണ്ടൽ വേദന, മേലും കയ്യും വേദന, അതുപോലെ തന്നെ തലകറക്കം, പല അസുഖങ്ങളായിട്ട് വരികയാണ് കേട്ടോ. ആദ്യം ഒരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ, നമുക്ക് ഉണക്കമീൻ, പപ്പടം അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജൊക്കെ അങ്ങോട്ട് നോക്കുക കേട്ടോ, ഞാൻ കാട്ടിത്തരാം കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കാരണങ്ങൾ വീഡിയോസ് ഇടാത്ത. ഇപ്പോൾ സത്യത്തിൽ വയ്യായ അതൊക്കെയാണ്, പിന്നെ മഴ, ഇതൊക്കെ കാരണമാണ്. എൻ്റെ ബാക്കിലുണ്ട് ഒരു ഇല കിടന്ന് ഇളകുന്നത്, എൻ്റെ തലയ്ക്ക് ചുറ്റോറം കിടന്ന് ഇളകണ പോലെ. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ വീഡിയോസ് ഇടാണ്ടിരിക്കും തോറും എൻ്റെ വാച്ചേഴ്സും ഒക്കെ കുറയാണ്, വ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല. അപ്പോൾ വയ്ക്കുമ്പോൾ വീഡിയോസ് ഇടാം. പിന്നെ വീഡിയോസ് എടുത്ത് വെച്ചതുകൊണ്ട് അതൊന്ന് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നും ടൈം കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.